ഉത്തരാഖണ്ഡിലെ ഹിമപാതത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യം പുരോഗമിക്കുന്നു. 32 പേരെ ഇതിനകം രക്ഷപ്പെടുത്തി. 20ഓളം പേരെ ഇനി രക്ഷപ്പെടുത്താനുണ്ട്. റോഡ് നിർമ്മാണ ക്യാമ്പിൽ ഉണ്ടായിരുന്ന 50ലധികം നിർമ്മാണ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ചമോലി ജില്ലയിലെ ബദ്രിനാഥ് ക്ഷേത്രത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള മന ഗ്രാമത്തിലാണ് വൻ ഹിമപാതമുണ്ടായത്. ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ക്യാമ്പിലുണ്ടായിരുന്ന 57 തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷപ്പെടുത്തിയവരെ അടുത്തുള്ള സൈനിക ക്യാമ്പിലേക്ക് മാറ്റി. അപകടത്തിന് തൊട്ടുപിന്നാലെ ആംബുലൻസ് സംവിധാനം ഉൾപ്പെടെ സ്ഥലത്തെത്തി. എന്നാൽ കനത്ത മഞ്ഞുവീഴ്ച വീണ്ടും കാലതാമസം സൃഷ്ടിച്ചെന്ന് BRO എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CR മീന വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന ദുരന്ത നിവാരണ സേന, ദേശീയ ദുരന്ത നിവാരണ സേന, ഇൻഡോ ടിബറ്റൻ അതിർത്തി പോലീസ്, BRO ടീമുകൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അപകടത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുഃഖം പ്രകടിപ്പിച്ചു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതിനകം മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. എന്നാൽ ശക്തമായ കാറ്റ്, മഞ്ഞുവീഴ്ച, മഴ, മഞ്ഞിടിച്ചിൽ എന്നിവ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇന്ന് രാത്രി വരെ ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.